ഹൈ ഡിയർ സ്റ്റുഡൻസ്, ഓൾ ഓഫ് യു വെൽക്കം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്ക് പഠിച്ചിരുന്നു. ആ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ് ടോർക്ക്, അല്ലേ? അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു റെക്റ്റാങ്കുലാർ കോയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ അനുഭവപ്പെടുന്ന ടോർക്ക്, ആ ടോർക്കിൻ്റെ ഇക്വേഷനാണ് ടോ ഈക്വൽ ടു ഐ എ ബി സൈൻ തീറ്റ, അല്ലേ? എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഐ എ എന്ന് പറയുന്നത് എം എന്ന് കൊടുത്തു, മാഗ്നറ്റിക് മൊമെൻറ്റ്. അങ്ങനെ ടോ ഈക്വൽ ടു എം ബി സൈൻ തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾക്ക് ഇന്ന് ആവശ്യം വരും. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ പ്രത്യേകം ഓർത്ത് വെക്കുക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് ദി മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ദി മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ദി മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. അപ്പോൾ ഗാൽവനോമീറ്റർ നിങ്ങളെല്ലാവരും കേട്ടതായിരിക്കും. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് യൂസ്ഡ് ടു ഡിറ്റക്ട് ദി സ്മോൾ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. അതായത് ഒരു കറൻറ്റിൻ്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഗാൽവനോമീറ്റർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഈ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ഗാൽവനോമീറ്റർ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ടോപ്പിക്. ഇതാണ് ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. അതായത് വെൻ എ കറൻറ്റ് ക്യാരിങ് കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ടോർക്ക്. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ when a current carrying coil is placed in a magnetic field experiences a torque. കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അതിന് ടോർക്ക് അനുഭവപ്പെടും. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഗാൽവനോമീറ്റർ. അപ്പോൾ ഇനി നമ്മൾ ഗാൽവനോമീറ്ററിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. അപ്പോൾ പറഞ്ഞു ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം, അല്ലേ? ഇവിടെ ഞാൻ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ മാഗ്നറ്റിൻ്റെ പ്രത്യേകത അത് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്, നോർത്ത് പോളും സൗത്ത് പോളാണ് മാഗ്നറ്റിൻ്റെ. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്, റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ ഒരു സോഫ്റ്റ് അയേൺ കോർ ഓക്കെ, സോഫ്റ്റ് അയേൺ കോർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ, ഈ സോഫ്റ്റ് അയേൺ കോറിൻ്റെ മുകളിൽ ഒരു ചെറിയ സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ മുകളിലാണ്, അതൊരു സ്പ്രിങ് ആണ്. ഓക്കെ, സ്പ്രിങ്. ഈ സ്പ്രിങ്ങിൻ്റെ മുകളിലാണ് നമ്മുടെ റെക്റ്റാങ്കുലാർ കോയിൽ വെച്ചിട്ടുള്ളത്. നമ്മുടെ റെക്റ്റാങ്കുലാർ കോയിൽ ഈ സ്പ്രിങ്ങിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു പോയിൻ്റർ ഉണ്ട്, ഒരു സ്കെയിലുണ്ട്. ഓക്കെ, സ്കെയില് 0, ഏറ്റവും സെൻറ്ററിൽ 0, അങ്ങനെ 1 2 3 4 രണ്ട് സൈഡിലേക്കും പോകും. ഇതിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റർ ഈ കോയിൽ, റെക്റ്റാങ്കുലാർ കോയിലിൽ നിന്ന് ഒരു ചെറിയ പോയിൻ്റർ, നിങ്ങൾ ഗാൽവനോമീറ്ററിൽ 0ൻ്റെ നേരെ ഒരു സൂചി നിൽക്കുന്നതാണ്, അല്ലേ? അതാണ് പോയിൻ്റർ. ഇവിടെ ഇങ്ങനെ ഒരു പോയിൻ്റർ ഉണ്ട്. അപ്പോൾ ഇതാണ് ഗാൽവനോമീറ്ററിൻ്റെ സ്ട്രക്ചർ. അതിൽ തന്നെ ഇവിടെ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ ഇങ്ങനെ ഷേപ്പ് വരാൻ കാരണം ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസൊക്കെ സെൻറ്ററിലേക്ക്, ഈ സോഫ്റ്റ് അയേൺ കോറിൻ്റെ സെൻറ്ററിലേക്ക് ആണ് ഫോക്കസ് ചെയ്യുന്നത്. നോർത്ത് ടു സൗത്ത് ആണ് ഡയറക്ഷൻ, അല്ലേ? അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ പോയിന്റിൽ നിന്ന് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഡയറക്ഷന് കാണിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇതിൻ്റെ ഓരോ ലൈൻ ഓഫ് ഫോഴ്സും ഇതിൻ്റെ സെൻറ്ററിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതാണ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ വെൻ
ഇവിടെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റെക്റ്റാങ്കുലർ കോയിൽ ഹാവിങ് n ടേൺസ്. ഇതിൽ ഒരു ടേൺ അല്ല n ടേൺസ് ഉണ്ട്. ഒരു ടേണിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷനാണ് നമ്മളിവിടെ പഠിച്ചത്. ഇവിടെ ഈ കോയിൽ n ടേൺസ് ഉണ്ട്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോയിൽ ഓഫ് n ടേൺസ് വിച്ച് ഈസ് പ്ലേസ്ഡ് between the poles of magnetic field, between the poles of magnet having radial magnetic field. അപ്പോൾ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും സെൻറ്ററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇതിൻ്റെ സ്ട്രക്ചറാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോയിൽ ഓഫ് n ടേൺസ് പ്ലേസ്ഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ഹാവിങ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, ഇനി ഈ കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനൊരു ടോർക്ക് അനുഭവപ്പെടും. ഓക്കെ, വെൻ കറണ്ട് പാസസ് ത്രൂ ദി കോയിൽ, ഈ കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു ടോർക്ക് ഉണ്ടാവും. ആ ടോർക്കിൻ്റെ ഇക്വേഷനാണ് നമ്മളിവിടെ IAB സൈൻ തീറ്റ. ഇവിടെ നമ്മൾ ഈ സൈൻ തീറ്റ 1 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ടോ ഈക്വൽ ടു IAB. ഇത് ഒരു ടേണിൻ്റെതാണ്. ഇവിടെ n ടേൺ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് n ഇൻറ്റു IAB, ടോ ഈക്വൽ ടു n ഇൻറ്റു IAB. ഓക്കെ, ഈ ടോർക്കിൻ്റെ പ്രത്യേകത, ഈ ടോർക്ക് മൂലം എന്ത് ചെയ്യും? ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ദിസ് ടോർക്ക് ടെൻസ് ടു റൊട്ടേറ്റ് ദി കോയിൽ. ഓക്കെ, അപ്പോൾ ഈ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ടോർക്ക് മൂലമാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അപ്പോൾ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സ്പ്രിങ്ങിൻ്റെ മുകളിലാണ്. ഞാൻ പറഞ്ഞിരുന്നു ഈ കോയിൽ നിൽക്കുന്നത് ഒരു സ്പ്രിങ്ങിൻ്റെ മുകളിലാണ്. നമുക്കറിയാം, ഒരു സ്പ്രിങ് ഇങ്ങനെ മുറുക്കി കഴിഞ്ഞാൽ നമ്മൾ കളിപ്പാട്ടങ്ങളിലൊക്കെ സ്പ്രിങ് മുറുകുന്നതാണ് അല്ലേ? ഒരു കാറ് ഇങ്ങനെ പിന്നോട്ട് വലിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് മുറുകും. വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നേരെ മുന്നോട്ട് പോകും. അതേപോലെ ഇവിടെ എന്ത് ചെയ്യും? ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് മുറുകും. ഓക്കെ, പിന്നെ കറണ്ട് അവിടെ സ്റ്റോപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സ്പ്രിങ് എന്ത് ചെയ്യും? അതിൻ്റെ എനർജി റിലീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൗണ്ടർ ടോർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത ടോർക്കിന് എതിരായിട്ടൊരു കൗണ്ടർ ടോർക്ക് ഈ സ്പ്രിങ്ങിലുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കൗണ്ടർ ടോർക്ക് ഉണ്ടാവും. എ കൗണ്ടർ ടോർക്ക്, ആ കൗണ്ടർ ടോർക്കിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക, K∅ എന്നാണ്. എ കൗണ്ടർ ടോർക്ക് K∅ ബാലൻസസ് NIAB. അതായത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത ടോർക്ക് NIAB ആണ്. അതിന് ബാലൻസ് ചെയ്യുന്ന ടോർക്കാണ് എന്ത്? കൗണ്ടർ ടോർക്കാണ് K∅. അപ്പോൾ കൗണ്ടർ ടോർക്കിന് നമ്മൾ ടോ ഈക്വൽ ടു K∅, അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ K എന്ന് പറഞ്ഞാൽ വേർ K ഈസ് ദി ടോർഷണൽ കോൺസ്റ്റൻറ്റ് ഓഫ് സ്പ്രിങ്. അപ്പോൾ K എന്ന് പറഞ്ഞാൽ ആ സ്പ്രിങ്ങിൻ്റെ ഒരു ടോർഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1ലും 2ലും എന്താണ്? ടോർക്കാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടോ ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്താം? റൈറ്റ് ഹാൻഡ് സൈഡ് K∅ ഈക്വൽ ടു എന്ത് ചെയ്താം? NIAB. ഇവിടെ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിഫ്ലക്ഷൻ ഓഫ് ഗാൽവനോമീറ്റർ. അതിൻ്റെ ഡിഫ്ലക്ഷനാണ് ഫൈ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഫൈ ഈക്വൽ ടു നമ്മൾക്ക് എന്ത് ചെയ്താം? ദെർഫോർ ഫൈ ഈക്വൽ ടു, ഈ ഡിഫ്ലക്ഷൻ ഈക്വൽ ടു എന്ത് ചെയ്താം? K'നപ്പുറം കൊണ്ടുവരാം. K ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. K താഴോട്ടാണ് വരിക അല്ലേ? K നമ്മൾ എഴുതുമ്പോൾ ഇതിൻ്റെ താഴോട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കോൺസ്റ്റൻ്റ് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഏരിയ ഓഫ് ദി കോയിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. B എന്ന് പറയുന്ന ഇവിടുത്തെ ഗിവൺ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേപോലെ താഴോട്ട് വരുന്ന Kയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഒരുമിച്ച് എഴുതി. ഇനി ബാക്കി അവിടെ എന്തുണ്ട്? ഇൻറ്റു I. ഫൈ ഈക്വൽ ടു NAB/K ഇൻറ്റു I. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ദെർഫോർ ഡിഫ്ലക്ഷൻ ഈക്വൽ ടു ഫൈ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷനാണ്. ഡിഫ്ലക്ഷൻ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു I. അപ്പോൾ നമ്മൾക്കത് നേരെ റിവേഴ്സ് ആയിട്ട് എങ്ങനെ എഴുതാം? ഡിഫ്ലക്ഷൻ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കറൻറ്റ് അല്ലേ? അതായത് ഫൈ പ്രൊപ്പോർഷണൽ ടു I.
ഫൈ പ്രൊപ്പോർഷണൽ ടു ഐ ഓർ ഫൈ ഈക്വൽ ടു എന്താവും എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഐ. ആ കോൺസ്റ്റൻ്റ് ആണ് ഇതാ ഫൈ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്താൽ ഫൈ പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് കൂടുന്നതനുസരിച്ച് ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഇതാണ് നമുക്ക് ഗാൽവനോമീറ്ററുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷന്, ആ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷന് കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗാൽവനോമീറ്ററുമായി ബന്ധപ്പെട്ട് ആദ്യം നമുക്ക് പഠിക്കേണ്ടത്. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗാൽവനോമീറ്ററുമായി ബന്ധപ്പെട്ട് തന്നെ 2 ചെറിയ ഇക്വേഷനും കൂടെ പഠിക്കാനുണ്ട്. അതിലൊന്നാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഈസ് കറണ്ട് സെൻസിറ്റിവിറ്റി. അപ്പോൾ ആദ്യം എന്താണ് കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് നോക്കാം. കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട്. ഒരു യൂണിറ്റ് കറണ്ടിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട്. അപ്പോൾ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതാ കറണ്ട് സെൻസിറ്റിവിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? കറണ്ട് സെൻസിറ്റിവിറ്റി ഈക്വൽ ടു ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈ പെർ യൂണിറ്റ് കറണ്ട്, അതായത് ഫൈ ബൈ ഐ. ഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഇതാണ് ഇക്വേഷൻ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ എന്ന് പറഞ്ഞാൽ NAB/K ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ ഐ എന്ന് പറഞ്ഞാൽ ഈ ഐയും മുകളിലൊരു ഐ ഉണ്ടാവും, താഴെയുള്ള ഐയും കൂടി ക്യാൻസൽ ആവും. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? NAB/K. ഓക്കെ, അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇതാ ഇങ്ങനെയായിരുന്നു. ഫൈ എന്ന് പറഞ്ഞാൽ NAB/K ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ താഴെയുള്ള ഐ അല്ലേ. അപ്പോൾ ഈ ഐ രണ്ടും ക്യാൻസൽ ആവും. ഇതാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. അതുപോലെ തന്നെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈക്വൽ ടു എന്തായിരിക്കും? ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ് എന്നായിരിക്കും. അതായത് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5/V അല്ലേ, 5/V. അതെങ്ങനെയായിരിക്കും? ഫൈ എന്ന് പറഞ്ഞാൽ NAB/K ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ V. ഇതിനെ V കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണെന്ത്? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഇനി നമുക്ക് V/I എന്ന് പറഞ്ഞാൽ എന്താ? V/I എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ഓംസ് ലോ V/I ഈക്വൽ ടു R. അപ്പോൾ I/V എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/R, റെസിപ്രോക്കൽ ഓഫ് I/V അല്ലേ. V/Iൻ്റെ റെസിപ്രോക്കലാണെന്ത്? I/V. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ആറിന് പകരം 1/R. അപ്പോൾ നമുക്ക് I/V, V/I എന്ന് പറഞ്ഞാൽ R ആണെങ്കിൽ I/V എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്താൽ ഇവിടെ 1/R. ഓക്കെ, അപ്പോൾ ഇതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. അപ്പോൾ ഗാൽവനോമീറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിൻ്റെ ഡയഗ്രവും അതിൻ്റെ ഇക്വേഷൻസും പഠിക്കുക.